കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ യാത്രാനുഭവമാണ്. ഞാൻ പോയത് ശബരിമലയിലാണ്. എൻ്റെ വീട്ടിൽ നിന്നും ഞാനും എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. എൻ്റെ വല്യച്ഛനും എൻ്റെ കൊച്ചച്ഛനും എൻ്റെ ആൻറ്റിയും എൻ്റെ ചിറ്റയും ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരിയായ വേദയും അവളുടെ അച്ഛനും അനിയനും ഉണ്ടായിരുന്നു. അവളുടെ വീട്ടുകാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നടന്ന് എരുമേലിയിൽ നിന്നുള്ള അമ്പലത്തിൽ പോയി അവിടെ നിന്ന് പേട്ട തുള്ളി. മുഖത്തും ദേഹത്തും നിറം പൂശി, കയ്യിൽ ഒരു ഇലയുടെ കൊമ്പും പിടിച്ച്, തലയിൽ കിരീടവും വെച്ച് പാട്ടും നൃത്തവും ചെയ്ത് ഞങ്ങൾ പേട്ട തുള്ളി. അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്പലത്തിൽ കയറി. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇലയുടെ കൊമ്പ് ആ അമ്പലത്തിൻ്റെ മുകളിൽ എറിഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു അരുവിയിൽ ഞങ്ങൾ മുങ്ങിക്കുളിച്ച് ഞങ്ങളുടെ ദേഹത്തുണ്ടായിരുന്ന നിറങ്ങളെല്ലാം ഒഴുക്കി വിട്ടു. അത് കഴിഞ്ഞ് അവിടെ ഒരു ദിവസം വിശ്രമിച്ച് പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് യാത്ര തുടങ്ങി. അവിടെ നിന്ന് മുരുകൻ്റെ അമ്പലത്തിലെത്തി. പ്രഭാത ഭക്ഷണം കഴിച്ച് മുരുകൻ്റെ അമ്പലത്തിൽ തൊഴുത് വീണ്ടും യാത്ര തുടങ്ങി. കാട്ടിലെത്തി. കാട്ടിൽ കാളകെട്ടി എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ തൊഴുത് അവിടെ നിന്ന് അഴുതയിൽ മുങ്ങിക്കുളിച്ച് കല്ലെടുത്ത് കല്ലിടാൻ കുന്നിൽ പോയി കല്ലിട്ട് കർപ്പൂരം കത്തിച്ച് തൊഴുതു പ്രാർത്ഥിച്ചു. അതിനുശേഷം മുക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചെന്ന് അവിടെ ഒരു ദിവസം വിശ്രമിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം കരിമല കയറി. ഇറങ്ങിയിട്ട് ഞങ്ങൾ പമ്പയിലെത്തി. അവിടെ ഞങ്ങൾ മുങ്ങിക്കുളിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. പമ്പ സദ്യ വെച്ച് പമ്പ സദ്യയും കഴിച്ച് അല്പനേരം വിശ്രമിച്ച് നീലിമല കയറ്റവും നീലിമല ഇറക്കവും നീലിമല കയറി. അതിനുശേഷം 18 പടി കയറി അയ്യപ്പനെ കണ്ട് മാളികപ്പുറം അമ്മേനെ തൊഴുതു. അത് കഴിഞ്ഞ് നെയ്യഭിഷേകവും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിട്ട് മടങ്ങി. സ്വാമിയെ ശരണമയ്യപ്പ. പഞ്ചഭൂതനാഥനയ്യനീ അയ്യപ്പോ, പമ്പയിൽ പിറന്ന ബാലനീ, പന്തളത്തു രാജനയ്യനീ അയ്യപ്പോ, മനമുരുകി പാടി വരുന്നേ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. മാലയിട്ടു മുത്തമിടട്ടെ അയ്യപ്പോ, മാമലകൾ താണ്ടി വരുന്നേ. മാലയിട്ടു മുത്തമിടട്ടെ അയ്യപ്പോ, മാമലകൾ താണ്ടി വരുന്നേ. 18 പടിയേറി വരുന്നേ. മകരജ്യോതി കണ്ടു തൊഴുന്നേ. 18 പടിയേറി വരുന്നേ. മകരജ്യോതി കണ്ടു